ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റേണൽ ബോൺസ്. വളരെ എക്സൈറ്റിങ്ങും എന്നാൽ അതിലേറെ മിസ്റ്റീരിയസുമായ മൈ വാമ്പയർ ലവർ എന്ന എൻ്റെ പാരനോമൽ സ്റ്റോറിയിലൂടെ എൻ്റെ പാരനോമൽ വേൾഡിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടുപോവാണ്. ലെറ്റ് ദി സൂപ്പർ നാച്ചുറൽ captivate your senses. ഹിസ്റ്ററി ടേൺ ലെജൻഡ് എന്ന മൈ വാമ്പയർ ലവറിൻ്റെ 5th ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ റിവലേഷൻസിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിൽ ഒട്ടും പ്രാധാന്യം കുറയാത്ത ഒരു സുപ്രധാന റിവലേഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ലിസാറയുടെ ലൈഫിനെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്ന്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നിങ്ങളെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഏഡ്രിയാൻ്റെ ആ സ്റ്റഡി റൂമിലേക്ക്. ലാസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ലിസാറയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയായിരുന്നു ഏഡ്രിയൻ. ഈദൻ തൻ്റെ സഹോദരനാണെന്നും തൻ്റെ അച്ഛന് ഒരു മന്ത്രവാദിനിൽ ജനിച്ച അനധികൃത സന്തതിയാണ് ഈദനെന്നും ഏഡ്രിയൻ പറയുന്നു. തൻ്റെ അമ്മയുടെ മരണത്തിന് പകരം ചോദിക്കാനായി തൻ്റെ അച്ഛൻ്റെ മുൻപിലെത്തിയ ഈദനെ അദ്ദേഹം പുറത്താക്കിയെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഏഡ്രിയൻ പറയുന്നു. എന്നാൽ പകയോടെ തിരികെ വരുന്ന ഈദനെക്കുറിച്ച് ബാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വരൂ. ക്ഷുഭിതനായ ഈദൻ എൻ്റെ അച്ഛനെ നശിപ്പിക്കാനായി ഒരു ദുർമന്ത്രവാദിയുടെ സഹായം തേടി. എന്നാൽ ആ ദുർമന്ത്രവാദത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഈദൻ വീണുപോയി. എൻ്റെ അച്ഛനെ തകർക്കാനവനായെങ്കിലും അവൻ മരണാസന്നനായി. ഈദൻ ഇത്തരത്തിലൊരു ഭ്രാന്തനാവാൻ കാരണം താനാണെന്ന് കുറ്റബോധം കൊണ്ട് നേറിയ എൻ്റെ അച്ഛൻ ആ നിമിഷം എന്നോടൊരു സഹായം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന്. തൻ്റെ അമ്മയുടെ മരണമാണ് അവനെ ഇത്തരത്തിലൊരു ഭ്രാന്തനാക്കി മാറ്റിയതെന്ന് എൻ്റെ അച്ഛൻ വിശ്വസിച്ചു. അതിന് കാരണക്കാരൻ താനാണെന്നും അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു. വല്ലാതെ നേറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. മരണത്തിൽ പോലും ശാന്തി കിട്ടാതെ അലയേണ്ടി വരുമെന്ന കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദൂരതയിൽ എവിടേക്ക് നോക്കിക്കൊണ്ട് ഏഡ്രിയൻ തൻ്റെ കഥ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഓരോന്നും അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയിക്കുന്നത് ലിസാറ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കണ്ടമിടരുന്നത് അവൾക്ക് തിരിച്ചറിയാനാവുന്നുണ്ടായിരുന്നു. സമാധാനിപ്പിക്കാനെന്നൊന്നും ലിസാറ ഏഡ്രിയൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. ആ നിമിഷം ലിസാറയുടെ നേർക്ക് തിരിഞ്ഞ ഏഡ്രിയൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. എന്നിട്ട് ഒരു നിമിഷത്തിന് ശേഷം മറ്റെവിടേക്ക് നോക്കി തൻ്റെ കഥ തുടർന്നു. അങ്ങനെ എൻ്റെ അച്ഛന് മരണക്കിടക്കയിൽ കൊടുത്ത ആ വാക്കിൻ്റെ പേരിൽ ഈദനെ ഞാനൊരു വാമ്പയറാക്കി മാറ്റി. എന്നിട്ട് അവന് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർത്തു. ആ സുരക്ഷാ വലയം ഭേദിച്ച് അവനെ ആർക്കും കൊല്ലാനാവില്ല ലിസാറ, എനിക്കൊഴികെ. എന്നാൽ ഞാൻ അവനെ ഒരിക്കലും കൊല്ലില്ലെന്ന് അവൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നെ പേടിക്കുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരു വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ട്. ഒരു പരിധിവരെ അത് സത്യവുമാണ്. കാരണം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ലിസാറ. കാരണം അവൻ എൻ്റെ സഹോദരനാണ്. എൻ്റെ അച്ഛൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ സ്വന്തം സഹോദരൻ.
രക്തബന്ധം എന്ന് പറയാൻ ഈ ലോകത്ത് അവൻ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ ലിസാറ. അത് കേട്ട ലിസാറ ദീർഘമായൊന്ന് നിശ്വസിച്ചു, ഒരസ്വസ്ഥതയോടെ. എന്നിട്ട് അയാളുടെ നേരെ നോക്കി. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിൽ എൻ്റെ റോൾ എന്താണ്? ആ ചോദ്യത്തിന് മുന്നിൽ ഏഡ്രിയാൻ ഒരു നിമിഷം ഒന്ന് പകച്ചു. അവളുടെ നേരെ ഒരു വല്ലാത്ത നോട്ടം നോക്കി. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ തുടർന്നു. ഫിയോണ എന്ന വാമ്പയർ ഗോഡസ് ഈ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച ആദ്യത്തെ വാമ്പയർ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. ആദ്യം ഈജിപ്തിലെ ഒരു ചെറിയ പ്രോവിൻസിന്റെ രാജ്ഞിയായിരുന്നു അവർ. നിത്യജീവന്റെ കറ ഭക്ഷിച്ചതിനെ തുടർന്നാണ് അവരൊരു വാമ്പയറായി കൺവേർട്ട് ആവുന്നതും പിന്നീട് ഈ വാമ്പയർ ലോകത്തിന്റെ ദേവതയായി മാറുന്നതും. എന്നാൽ അതിനൊക്കെ ഏറെ മുന്നേ അവർക്കൊരു കൊച്ചു കുടുംബം ഉണ്ടായിരുന്നു. തൻ്റെ ഭർത്താവും ഏക മകളും അടങ്ങുന്ന ഒരു കൊച്ചു സന്തുഷ്ട കുടുംബം. തൻ്റെ രാജ്യം ആക്രമിച്ച് കീഴടക്കിയ നരാധമന്മാർ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു. എന്നാൽ തൻ്റെ വിശ്വസ്തരായ സേവകർ തൻ്റെ ഏക മകളായ ആ കൊച്ചു സുന്ദരിയെ അമേരിക്ക എന്ന കോണ്ടിനെന്റിലേക്ക് രഹസ്യമായി കൊണ്ടുപോവുകയും രഹസ്യമായി അവളെ അവിടെ വളർത്തുകയും ചെയ്തു, ആരും അറിയാതെ. അലീറ എന്നായിരുന്നു അവളുടെ പേര്. നിന്റെ മുത്തശ്ശിയായ ഏമി റെസ്റ്റിൻ്റെ അമ്മയായിരുന്നു അവർ. ഏഡ്രിയാൻ്റെ വെളിപ്പെടുത്തൽ കേട്ട ലിസാറ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആകെ പകച്ചു പോയ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. തൻ്റെ തൊണ്ടയും നാവുമൊക്കെ വറ്റി വരളാൻ തുടങ്ങി. തൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നത് അവൾക്ക് മനസ്സിലായി. അവൾ അറിയാതെ തന്നെ ഒരു വിറയൽ അവളുടെ നട്ടലിലൂടെ പടർന്ന് തലയ്ക്കകത്ത് ഒരു മിന്നൽ പിണർ പോലെ പൊട്ടിച്ചിതറുന്നത് അവൾ തിരിച്ചറിഞ്ഞു.